ഇതിന്റെ അപകടവശങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. ഇതൊന്നും ചെറിയ കാര്യമല്ല. നമുക്ക് അതിഥികളോട് തന്നെ ചോദിക്കാം. ശ്രീമതി ഖദീജ മുംതാസ് ഗൈനക്കോളജിസ്റ്റാണ്, എഴുത്തുകാരിയാണ്. അവർ അതിഥിയായി ചേരുന്നുണ്ട്. ഒപ്പം ഡോക്ടർ അബ്ദുൾ ഗഫൂർ അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം അക്യുപങ്ചർ വിദഗ്ധനാണ്. അപ്പോൾ നമുക്ക് അതിഥികളിലേക്ക് പോകാം. ആദ്യം ഖദീജ മുംതാസിലേക്കാണ്. മാഡം കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. യെസ്, നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ഒരു ആദരിക്കൽ ചടങ്ങ് അതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ കേരളം ഈ ശിശുമരണ നിരക്കിൽ ഏറ്റവും പിന്നിലാണ്. നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു എന്ന ആ ഒരു ബഹുമതി കിട്ടിയ ദിവസമാണ് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവിച്ച സ്ത്രീകൾക്ക് വേണ്ടി ഒരു ആദരിക്കൽ ചടങ്ങൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1960 ഈ ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് 1000 തന്നെ ഒരുപാട് നിരക്ക് മുന്നിലായിരുന്നു. പക്ഷേ ഇപ്പോഴത് 8% ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഇത്രയധികം മുന്നോട്ട് പോയിട്ടും ഈ ആധുനിക വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ എല്ലാം വകവയ്ക്കാതെ ഇത്തരം അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ പിന്നാലെ പോകുന്നതിന്റെ അപകടം എന്താണ് ഡോക്ടർ? ശരിക്കും അത്ഭുതകരമാണ് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ ഇത്ര വ്യാപകമായിട്ട് ഈ പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ളത് അത്ഭുതകരമാണ്. ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചു. ബംഗാളിൽ മുസ്ലിങ്ങളുടെ നില വളരെ പരിതാപകരമാണ്. കാരണം അവിടെ ആശുപത്രികളുടെ സൗകര്യമില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, അവിടെയൊക്കെ സൗകര്യങ്ങൾ കുറവ്. അതുകൊണ്ട് അവർ മറ്റ് സമാന്തര ചികിത്സാ രീതികളിലേക്ക് പോകുന്നതായിട്ട് ഞാൻ വായിക്കേണ്ടായി. അപ്പോൾ അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വരുമെന്നും പൂർണ്ണമായിട്ടും ആശുപത്രികളിൽ തന്നെ പ്രസവം നടത്തും എന്നും ഈ സ്റ്റഡി നടത്തിയത് വാസ്തവത്തിൽ അമർത്യാസെന്നാണ്, അമർത്യാസെന്നിൻ്റെ പ്രതീജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കേരളത്തെ നോക്കൂ, കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്ക് ഇത്തരം അവസരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രസവം ഏകദേശം 100% ആശുപത്രികളിൽ തന്നെ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു സന്ദർഭം ഉള്ള സമയത്താണ് വാസ്തവത്തിൽ ഇത് ഇത്ര എക്സ്റ്റെൻസീവ് ആണ് എന്നറിയുന്നത്. വാസ്തവത്തിൽ ഒരാഴ്ച മുമ്പ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാണുകയുണ്ടായത്. അത്ഭുതകരമായിട്ട് തോന്നി. ഇത് വളരെ വ്യാപകമായിട്ട് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സിവിയറായിട്ടുള്ള വേദനയുള്ളതിന് അക്യുപങ്ക്ചർ ചികിത്സാ രീതി കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രസവത്തിന് ഞാൻ ഇന്നേ വരെ അത് കേട്ടിട്ടില്ല. ഇതിൻ്റെ അപകടം എന്ന് പറയുമ്പോൾ ഈ ഒരു അസ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെ അവരുടെ 5ാമത്തെ പ്രസവമാണ്. 5ാമത്തെ പ്രസവം എന്ന് പറയുമ്പോൾ ഒരു 4 പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നുണ്ട്. അപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെട്ട സ്ത്രീകളെ പ്രഗ്നൻസി പീരിയഡിൽ തന്നെ ഗർഭമുള്ള സമയത്ത് തന്നെ കൃത്യമായ ഫോളോ അപ്പ് ആവശ്യമുണ്ട്. അവർക്ക് അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, രക്തക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെക്കപ്പ് വേണ്ടി വരും. അവർക്ക് ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്, രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ യൂട്രസ് മറ്റുള്ളവരെ പോലെ കൃത്യമായിട്ട് കൺട്രാക്റ്റ് ചെയ്യുക, അതായത് ചുരുങ്ങി രക്തം കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താത്ത ഒരു അവസ്ഥയുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ 4ാമത്തെ 5ാമത്തെ പ്രസവമാവുമ്പോൾ. അപ്പോൾ ഈ അസ്മ എന്ന സ്ത്രീ 5ാമത്തെ പ്രസവം ആയിരുന്നു. ഗർഭസമയത്ത് യാതൊരു തരത്തിലുള്ള ചികിത്സയും അവരെടുത്തിട്ടില്ല. ആശാ വർക്കേഴ്സ് അത് അറിഞ്ഞിട്ട് പോലുമില്ല. അവസാനം ആശാ വർക്കർ ജനലിലൂടെ പോയിട്ട് മാത്രം അവരോട് സംസാരിക്കാൻ, അവരോടോ ഭർത്താവിനോടോ സംസാരിക്കാൻ സാധിച്ചുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ഇത് ഏത് നാടാണ് എന്ന് ശരിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ തൂക്കം പറയുന്നത് 4 കിലോ ആണ്. 4 കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ 4 കിലോ തൂക്കമുള്ള ഒരു കുഞ്ഞ് ഈ അമ്മയുടെ ഇടുപ്പലിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് 4ാമത്തെ 5ാമത്തെ ഒക്കെ ഗർഭം ആയി കഴിയുമ്പോൾ യൂട്രസ് ഭയങ്കരമായിട്ട് വീക്കായിരിക്കും. അതിന് ആദ്യത്തെ പ്രസവം പോലെ അതിൻ്റെ മസിലിനൊന്നും അത്രയൊന്നും ശക്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സൈസുള്ള ഒരു കുഞ്ഞ് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഗർഭപാത്രത്തിന് ക്ഷതമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അല്ലാതെയും ഈ ചുരുങ്ങലിൻ്റെ കുറവ് കൊണ്ടും രക്തസ്രാവം ഉണ്ടാകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ വളരെ സൈസ് കൂടിയ കുഞ്ഞ് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഇത് കുഞ്ഞിന് വരാൻ മാത്രം വിസ്താരമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയാണ് ഇവരുടെ പരിചരണം ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ ഇവരോട് സ്ട്രെയിൻ ചെയ്യാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അവസാനം ഈ ഗർഭപാത്രം പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞില്ല. ഒരു പക്ഷേ അതുകൂടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും.
അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ഒരു പരിചരണം പെട്ടെന്ന് ചിലപ്പോൾ കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രസവ സമയത്ത് കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പുറത്തു വരുമ്പോൾ ശ്വാസം ശരിക്കും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതിനൊക്കെ കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഈ ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നത് നമ്മൾ പറയാറ് വാസ്തവത്തിൽ സ്ത്രീയുടെ മാതൃത്വത്തിന് താങ്ങാവുന്ന രീതിയിൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ട് വാസ്തവത്തിൽ ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഭർത്താവ്, അദ്ദേഹം ഒരു മൗലവിയാണ്, യൂട്യൂബിൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന ആളാണ് എന്നാണ് കേട്ടതല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ 60,000 പേര് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അതെ അതങ്ങനെ നമ്മൾ അറിയാതെ ഈ ഒരു എന്താ പറയേണ്ടത് ഉപരിതലത്തിൽ നമ്മളത് കാണുന്നില്ല, പക്ഷേ അടിയിലൂടെ ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. എനിക്ക് തോന്നുന്നു അതിലൊരു അജണ്ട കൂടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്തു മുന്നോട്ട് വന്നു. ആ സമയത്ത് സ്ത്രീ പുരുഷന് കീഴടങ്ങാത്തൊരവസ്ഥ ഉണ്ടോ എന്ന് ഈ പുരുഷന്മാർക്ക് ഭയം ഉണ്ട് എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രചരണം അഴിച്ചുവിട്ട് സ്ത്രീകളെ ജോലി ചെയ്യാത്തവരാക്കി, വീട്ടിലൊതുങ്ങുന്നവരാക്കി, വീട്ടിൽ പ്രസവിക്കുന്നവരാക്കി തിരിച്ചു നടത്തിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ മൗലവിമാരുടെ പുറകിൽ വാസ്തവത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? വളരെ പ്രചരണം കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകൾക്കൊക്കെ വലിയ പ്രചരണം കൊടുക്കുന്നതിൻ്റെ പുറകിൽ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ കൈകൾ കൂടി ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി എനിക്കുണ്ട്. ഒരു പ്രാകൃതമായിട്ടുള്ളൊരു സമൂഹമാണിത്, വിദ്യാഭ്യാസമില്ല, യാതൊരു തരത്തിലുള്ള സംസ്കാരവുമില്ല, സ്ത്രീകളോട് വളരെ നീചമായിട്ട് പെരുമാറുന്നൊരു സമൂഹമാണ്. സ്വന്തം ഭാര്യയുടെ സ്വകാര്യ ഭാഗം ഒരു ഡോക്ടർ അങ്ങനെ കാണേണ്ടതില്ല, മറ്റൊരാൾ കാണേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് പ്രസംഗിക്കാറുണ്ടല്ലോ. ഉണ്ട് പൊതുസമൂഹത്തിൻ്റെ അവിടെയുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ പിറകിൽ ഒരു അത്തരം വ്യക്തികളുണ്ടോ എന്നുള്ള സംശയം എനിക്കില്ലാതില്ല. എന്തായാലും ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ വിശദീകരിക്കുകയായിരുന്നു, ഈ ഒരു പ്രസവ സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെങ്കിൽ അത് പ്രത്യക്ഷമായി തന്നെ അല്ല വലിയ അപകടം സംഭവിക്കുക, പിന്നീട് കാലങ്ങൾ എടുത്തുമൊക്കെ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന് ഡോക്ടർ തന്നെ പറയുകയുമുണ്ടായി.